له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه على النبي الكريم. هذه هدية واصلة ورحمة نازلة وبركة شاملة وتحفة كاملة مقبولة مرضية منا إلى حضرة حبيبنا وسيدنا وسندنا مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته فلا تحرمنا رؤيته وأوردنا حوضه المورود واسقنا بكأسه وانفعنا بمحبته وإلى حضرات جميع أصحابه وأتباعه وأهل بيته وأهل الخير كلهم أجمعين وإلى حضرات من نبيناه من المشائخ يا رب العالمين. إلى حضرة العبد القادر الجيلاني وإلى حضرة الشيخ رفاعي وإلى حضرة خواجة معين الدين الجشتي الأجميل وإلى حضرة صاحب مقام مروان باي قدس الله أسراره. اللهم زد لهم فضلا وشرفا وعزا وكرامات تليق بعظيم شأنه. اللهم بحقوقهم وبكراماتهم يسر عسيرنا وسهل أمورنا وبارك لنا في هذا المجلس كما باركت على عبادك الصالحين وإلى حضرات من ماتوا منا يا رب العالمين. اللهم اغفر لنا ولهم يا غافر المذنبين واجعل جمعنا جمعا مرحوما وتفرقنا تفرقا معصوما آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠുക്കളെ, മറ്റ് ഉസ്താദുമാർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, മുതഅല്ലിമീങ്ങൾ, നാട്ടുകാർ, സഹോദര സഹോദരിമാർ, ഉറൂസ് കമ്മിറ്റി പ്രവർത്തകന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ പരിപാടി ശ്രവിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ 1000 അഭിവാദ്യങ്ങൾ. കണ്ണൂർ ജില്ലയിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ അറിയപ്പെട്ട മക്കാമുകളിലൊന്നായ ദരുവന്ത ഈ മക്കാം ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുല്ലാഹി തങ്ങളവറുകളുടെ പേരിൽ നടത്തുന്ന ഒരു മഹത്തായ ഉറൂസ് മുബാറക്കിന്റെ വേദിയിലാണ് നാം ഏവരുമുള്ളത്. ഈ മഹത്തായ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുവാൻ കാരണം, ഈ മഹത്തായ ഒരു വേദി ഇത് സംഘടിപ്പിക്കുവാനുള്ള കാരണം, നമ്മുടെ നാടിന്റെ മഹല്ലിന്റെ ഇവിടെയുള്ള വിപുലീകരണത്തിനും മാത്രവുമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള വലീമസമായിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഇസ്ലാമിന്റെ പവിത്രമായ ഇസ്ലാമിന്റെ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന്റെ അറിവുകൾ എത്തിച്ചുകൊണ്ട് ആ ഒരു
ഒരു ജനതയെ, നമ്മുടെ സമൂഹത്തിനെ നല്ല രീതിയിലേക്ക് വാർത്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശവും നമ്മുടെ ഈ മഹലിന്റെ കീഴിലായിക്കൊണ്ട് നല്ല നല്ല ഒരുപാട് പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശവും കൊണ്ടാണ് നമ്മുടെ മഹത്തായ ഖിദ്മത്ത് ദീൻ സഭ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ ഒരു 2 വർഷത്തോളക്കാലമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സഭ ഇവിടെ ചെയ്തു കൂട്ടുകയുണ്ടായി. കഴിഞ്ഞ ഉറൂസ് നമ്മുടെ പള്ളിയുടെ വിപുലീകരണവും അതിന്റെ തൊട്ടുത്തരമായിട്ട് എത്രയോ കാലമായി നമ്മുടെ ഒരു ചെറുകാല സ്വപ്നമായിരുന്നു യാത്രക്കാരികളായ സ്ത്രീകൾക്കൊരു നിസ്കാര ഹാള്. അതിന്റെ പ്രവർത്തനവും അൽഹംദുലില്ലാ ഇത് രണ്ടും വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നിർവഹിക്കും. മാത്രവുമല്ല നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ യതീംഖാനയുടെയും മറ്റ് എല്ലാവിധ കാര്യങ്ങളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഉറൂസിന് ഒരു ലക്ഷ്യം നമ്മുടെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ മക്കാം ഷരീഫ് എന്ന മക്കാമിന്റെ ആ ബിൽഡിംഗ് ഒന്ന് പുതുക്കി പണിയുക എന്നുള്ളൊരു ഉദ്ദേശവുമുണ്ട്. മാത്രവുമല്ല ഇവിടെ എത്തുന്ന ഇങ്ങനെയൊരു വേദി സംഘടിപ്പിച്ചുകൊണ്ട്, ഇവിടെ നല്ലൊരു വിജ്ഞാന വേദി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാവി വളർന്നു വരുന്ന സമൂഹത്തിന് നല്ലൊരു പുത്തനായ നല്ല ഇസ്ലാമിക പ്രവർത്തനങ്ങളോടുകൂടിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൊണ്ടാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ ഗതാഗത്തിന്റെ ഉടമയായ ശംസിന്റെ ഉടമയായ കലമിന്റെ അധിപനായ അഖിലലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആനാഥന് 1000 വർഷങ്ങൾ നമ്മൾ സാഷ്ടാംഗത്തിൽ സുജൂദിൽ വീണ് കഴിഞ്ഞാലും നമുക്ക് മതി വരാത്തൊരു കാര്യമുണ്ട്. കാരണം എന്നെയും നിങ്ങളെയും ഇസ്ലാം എന്ന സുന്ദരമായ പ്രസ്ഥാനത്തിന്റെ ഉടമകളെ മെമ്പേഴ്സാക്കി എന്നുള്ളതിന് മാത്രമല്ല മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളാക്കി എന്നുള്ളതിന് ആ നാഥന് നമ്മൾ എത്ര തന്നെ സാഷ്ടാംഗത്തിൽ വീണ് കഴിഞ്ഞാലും മതിയാവുകയില്ല. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന ആ ഇൽമിന്റെ മാതൃക, ആ ഒരു ദീനിന്റെ മാതൃക ഇന്ന് രലീനസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെയും നിങ്ങളെയും പോലുള്ള ഒരുപാട് ആളുകൾ നമ്മൾ അറിവുകൾ അറിയാതെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊട്ടുമ്പോൾ ആ മഹത്തായ ഇസ്ലാമിന്റെ ആ ഒരു മുഖം മറ്റുള്ള ആളുകളിൽ നിന്ന് അതൊരു മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇസ്ലാം അറിവുകളുടെ വൈകല്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ദീനീ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള വൈകല്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും കൂടി ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശവുമായിട്ടുണ്ട്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അലി അക്ബർ ബാക്കവി ഉസ്താദ് അവറുകൾക്കും ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും സ്വാഗത ഭാഷണം ചെയ്യുക എന്നതാണ്. ഇവിടെ എത്തിയ മറ്റ് എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഉറൂസ് കമ്മിറ്റിയുടെ പേരിലും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ മതപ്രഭാഷണത്തിന് വേണ്ടി നമുക്ക് തരാനുള്ള അറിവിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام
أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. وقال النبي صلى الله عليه وسلم أكرموا أولادكم فإنهم هدية لكم. قال رسول الله هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ ഈ മഹല്ലത്തിന്റെ ദീനി വൈജ്ഞാനിക മേഖലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ലത്തിന്റെ ഖതീബും കൂടിയായിട്ടുള്ള അഭിവന്യരായ ഉസ്താദ് മുഹമ്മദ് മുബാറക് ബാഖവി അവർകളെ, ഈ മഹല്ലത്തിന്റെ കരുത്തനായ സാരഥി, ഈ മഹല്ലത്തിനെ ആവേശോജ്വലമായി കൊണ്ട് പ്രവർത്തന ഗോതയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിന്റെ ഇസ്ലാമികമായിരിക്കുന്ന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി CP അഷ്റഫ് ഹാജി അവർകളെ, അതുപോലെ തന്നെ ഈ മഹല്ല് ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫാർ സാഹബ് അവർകളെ, അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന യതീംഖാന മാനേജർ PK അബൂബക്കർ സാഹബ്, മഹല്ല് ജമാഅത്തിന്റെ ജോയിന്റ് സെക്രട്ടറി AK അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ അന്ത്രു ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, കമ്മിറ്റി മെമ്പർമാരെ, എന്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ട ദീനി സ്നേഹികളെ, സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനെ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ മരണപ്പെട്ടുപോയ സർവ കുടുംബ ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തിന് പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്യുകയാണ്. വളരെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പര നമ്മുടെ ഈ മഹല്ല് ജമാഅത്ത് വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ ഒരു വലിയ വിശാലമായിരിക്കുന്ന ഒരു വഅദ് പരമ്പര ഈ നാട്ടിൽ മറവട്ട് കിടക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പേരിൽ ഒരുമിച്ച് കൂടുകയും അവരുടെ മഖാമിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ സൽക്കർമ്മത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സംരംഭവും കൂടിയായതുകൊണ്ട് ഈ പരിപാടിക്ക് മാറ്റ് കൂടുതലുണ്ട് എന്നത് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരെയും മശായിഖന്മാരെയും സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ച് മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ ഉറ്റവർ ഉടയവർ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ ഭാര്യമാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണം ഇന്നലെയും മിനിഞ്ഞാന്നും അതുപോലെ തന്നെ അതിന്റെ തലേ ദിവസവും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ നമ്മോട് അഭിസംബോധന നടത്തുകയുണ്ടായി. കുടുംബജീവിതത്തിനെക്കുറിച്ചും ഖബറിലെ ആദ്യ രാത്രിയെക്കുറിച്ചും വളരെ വിശാലമായി തന്നെ മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ നമ്മോട് കൈകാര്യം ചെയ്തു തന്നു. ഇന്ന് വളരെ അതിപ്രസക്തമായിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെയുടെ മക്കൾ, നന്മയുടെ മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെയും സ്വാലിഹികളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. ഞാൻ ആമുഖ ഭാഷണത്തിലേക്കൊന്നും കടക്കാതെ വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള വലിയ ഒരു സമ്മാനമാണ്, അല്ലാഹുവിന്റെ പ്രസന്റേഷനാണ്, അല്ലാഹുവിന്റെ സമ്മാനമാണ് നമ്മുടെ സന്താനങ്ങൾ. ആ സന്താനങ്ങൾ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരണപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിലുള്ള സർവ്വ മാതാപിതാക്കളും. ജീവിതത്തിന്റെ ഏതെങ്കിലും ദൗർബല്യ നിമിഷത്തിൽ തമ്മാടിത്തരത്തിലേക്ക് നീങ്ങിപ്പോയ ഏതെങ്കിലും മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ പോലും അവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലാഹുവേ എന്റെ മക്കളെ സ്വാലിഹായ മക്കളാക്കണം, എന്റെ മക്കൾ അല്ലാഹുവിനെ പേടിയുള്ള ബോധമുള്ള സ്വാലിഹായ ഒരു നല്ല ഒരു മകനാവണം മകളാവണം എന്ന് ആഗ്രഹിക്കാത്തവരായി ലോകത്ത് ഒരു മാതാവും ഒരു പിതാവും ഇല്ല. ഏത് മാതാവിന്റെയും അഭിലാഷം, ഏത് പിതാവിന്റെയും ആഗ്രഹം ഒന്നേ ഒന്ന് മാത്രമാണ്, നമ്മുടെ മക്കൾ നന്നാവണം. ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൗതികവും അതുപോലെ തന്നെ ആത്മീയമായും കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മാതാപിതാക്കളായ നാം. ഞാൻ എന്റെ വിഷയത്തിന്റെ ആദ്യ ഭാഗമെന്നോണം 2 വിഭാഗം സന്താനങ്ങളെക്കുറിച്ച് പടച്ച റബ്ബ് പരാമർശിച്ച, പരിചയപ്പെടുത്തിയ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്.
രണ്ട് വിഭാഗം സന്താനങ്ങളെക്കുറിച്ച് പടച്ച റബ്ബ് അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഏതാണ് ആ രണ്ട് വിഭാഗം? നാം ചോരനീരാക്കി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നാം എന്തും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെയും ശരീരത്തിന്റെയും സിംഹഭാഗവും ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ പോറ്റുകയും സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വന്ന് പറയുന്നൊരു വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നതായി കാണാം. വളരെ ഗൗരവത്തോടെ എല്ലാവരും ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഏതെങ്കിലും മാഗസിനിന്റെ ലേഖനം വായിക്കുകയല്ല, ഏതെങ്കിലും മാസികകളിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ വായിക്കുകയല്ല. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി ചിന്തിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് വിഭാഗം മക്കൾ, നാം ചോരനീരാക്കി വളർത്തിയ പ്രിയപ്പെട്ട മക്കൾ, അവർ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വന്ന് പറയുന്നൊരു വാക്കുണ്ട്. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നാളെ പടച്ച റബ്ബിനോട് പറയുന്ന വാക്ക്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഭൗതികപരമായിരിക്കുന്ന ലോകത്ത് ജീവിച്ചപ്പോ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് ബോധം തരാതെ ഭൗതികപരമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെയും ഞങ്ങൾക്ക് ചെയ്തു തന്നപ്പോ, ഞങ്ങൾക്ക് ഭൗതികപരമായിരിക്കുന്ന വിജ്ഞാനം തന്നപ്പോ നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധം തരാതെ നിന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാതെ ഭൗതികപരമായിരിക്കുന്ന സെറ്റപ്പിന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് സംവിധാനങ്ങൾ ചെയ്തു തന്ന ഞങ്ങളുടെ ഉമ്മ എവിടെയാണ് അല്ലാ? ഞങ്ങളുടെ ഉപ്പ എവിടെയാണ് അല്ലാ? റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. അല്ലാഹുവേ, അതുകൊണ്ട് ഞങ്ങൾ വഴികേടിലായതിന്റെ കാരണക്കാര് ഞങ്ങളെ ഉമ്മയാണ്, ഞങ്ങളുടെ ഉപ്പയാണ് അല്ലാ. അവരെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം തമ്പുരാനെ. എന്തിനു വേണ്ടിയാണെന്നറിയോ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് പടച്ച റബ്ബിനോട് മാതാപിതാക്കളെ അന്വേഷിക്കുന്നത്? അല്ലാഹു തആല തന്നെ പറയുകയാ, നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. അല്ലാഹുവേ, ഞാൻ എന്റെ മാതാപിതാക്കളെ എന്റെ കാലിന്റെ ചുവട്ടിലിട്ടിട്ട് അവരെ നെഞ്ചത്ത് ഞാനൊന്ന് കയറി നൃത്തം ചവിട്ടട്ടെ അല്ലാഹുവേ. ഇതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹുവിനോട് പറയും, എന്റെ ഉമ്മയും ഉപ്പയും എവിടെയാ ഒന്ന് കാണിച്ചുകൊണ്ട് അല്ലാഹുവേ. എന്തിനാ ചോദിക്കുന്നത്? നജ്അൽഹുമാ തഹത അഖ്ദാമിനാ, ഞാൻ അവരെ നെഞ്ചത്ത് കയറി ഒന്ന് നൃത്തം ചവിട്ടട്ടെ അല്ലാഹുവേ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു നമ്മളെ സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തരുമാറാവട്ടെ. ചിന്തിക്കണം. ഇത് ഒരു വിഭാഗം മക്കൾ പറയും. ഇത് അല്ലാഹുവിന്റെ കലാമ് പറഞ്ഞതാണ്.
നുണയാവാൻ വകുപ്പില്ല, കളവാവാൻ യാഥാർത്ഥ്യമല്ലാതെ അള്ളാഹുവിന്റെ കലാമി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കളവാവാൻ ഒരു സാധ്യതയുമില്ല. കളവാണെന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിച്ചാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തുപോയെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഖുർആനിൽ പടച്ച റബ്ബ് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാളെ പടച്ച റബ്ബിനോട് പറയുന്നതാ, റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. ഇത് ഒരു വിഭാഗം സന്താനങ്ങൾ. മറ്റൊരു വിഭാഗം സന്താനങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം സന്താനങ്ങളെ കുറിച്ച് പടച്ച റബ്ബ് പറയുന്നുണ്ട്. ഏതാണ് ആ മക്കളെ? സൂറത്തുൽ വാഖിയയിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന സമയത്ത് സൂര്യനതാ ഒരു ചാണമീത് നിൽക്കുന്ന വളരെ ഭയാനകരമായിരിക്കുന്ന രംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, ആയിഷ ഫാതൻ ഉറാതൻ ഉർലാ, കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല, ശരീരത്തിൽ നൂൽമറ പോലുമില്ല, ചലാചർമ്മം കഴിഞ്ഞിട്ടുമില്ല, വളരെ വെപ്രാളത്തോടുകൂടെ സൂര്യന്റെ ചോട്ടിലതായിരിച്ചാണ് മീതെ സൂര്യൻ നിൽക്കുകയാണ്. ആ സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും നിലവിളിച്ചുകൊണ്ട് പറയുമത്രേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നഫ്സി 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 നഫ്സി, എന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യമെന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന ഘട്ടമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ടാത്ത സമയമാണ്, ഭർത്താവിന് ഭാര്യയെ വേണ്ട, മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, സഹോദരന് സഹോദരിമാരെ വേണ്ട, സഹോദരിമാർക്ക് സഹോദരന്മാരെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, അതുപോലെ തന്നെ തന്റെ കൂടെ പഠിച്ചവരെ വേണ്ട, തന്റെ ജീവിതത്തിലുടനീളം ഏറ്റവും രഹസ്യം പോലും അറിഞ്ഞിരുന്ന ചങ്ങാതിമാരെ കണ്ടാൽ പോലും അവന്റെ ഉച്ച ചങ്ങാതിയെപ്പോലും കണ്ടാല് കാണല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന ഓടി രക്ഷപ്പെടുന്ന രംഗമാണത്. ആ സമയത്താണ് പടച്ച റബ്ബ് പറയുന്നത്, ആ സമയത്തിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ കലാം പറയുന്നത്. മക്കളെ, അവിടെയുള്ള ഒരു ദിവസത്തിന്റെ ദൈർഘ്യം പടച്ച റബ്ബിന്റെ കലാം പറയുന്നത് ഇങ്ങനെയാ, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു കൊല്ലത്തിന്റെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമാണ് ഒരു ദിവസത്തിന്റെ ദൈർഘ്യമെന്ന് അല്ലാഹുവിന്റെ കലാം പഠിപ്പിച്ചിട്ടുള്ള ആ മാശറയിൽ ഫാതൻ ഉറാതൻ ഉർലാ, ശരീരത്തിൽ നൂൽമറ പോലുമില്ലാതെ അതാകെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടമാണ്. ആയിഷ ബീവി മുത്തുനബിയോട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, അങ്ങനെ വരുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് പരസ്പരം ഔറത്ത് വെളിവാക്കപ്പെടുമ്പോ ആണ് പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും ഔറത്ത് കണ്ടിട്ട് സുഖിക്കൂല നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ആയിഷ, ആ സമയത്ത് ഔറത്ത് കണ്ടാലും ലഗ്നത കണ്ടാലും എന്ത് കണ്ടാലും സുഖിക്കാൻ തോന്നൂല ആയിഷ, സുഖം മനസ്സിലേക്ക് വരൂല ആയിഷ. വല്ലാത്ത രംഗമാണത്, വല്ലാത്ത ഭയാനകരമാണത്. ആ സമയത്താണ് മക്കളെ, സ്വാലിഹായിരിക്കുന്ന മക്കളെ, സ്വാലിഹായിരിക്കുന്ന മക്കളുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സൂറത്തുൽ വാഖിയയിലൂടെ, യതൂഫു അലൈഹിം ബിൽദാനുൻ മുഖല്ലദൂൻ ബിഅക്വാബിൻ വബരീഖാൻ
വകഅസിൻ മിൻ മഈൻ. ചെറിയ മക്കൾ ഓടി വന്നിട്ട് പടച്ച റബ്ബിനോട് അന്വേഷിക്കുകയാ, ഐനബീ വൈന ഉമ്മീ, എന്റെ ഉമ്മ എവിടെയാണ് അല്ലാഹ്, എന്റെ ഉപ്പ എവിടെയാ? എന്നെ ഭൗതികമായിരിക്കുന്ന ലോകത്തുറച്ച് പൊന്നുപോലെ നോക്കിയ, എന്നെ ലാളിച്ച് വളർത്തിയ, എനിക്ക് വേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള എന്നെ പടച്ച റബ്ബേ, നിന്റെ മക്കളാണ്, നീ തന്ന വരദാനമാണെന്ന് കരുതിക്കൊണ്ട് എന്നെ വേണ്ടതുപോലെ പോറ്റിയ എന്റെ ഉമ്മ എവിടെയാ, എന്റെ ഉപ്പ എവിടെയാ? എങ്ങനെയാ അവർ ചുറ്റി അന്വേഷിക്കുന്നത്? അല്ലാഹുവിന്റെ കലാമാ മക്കളെ പറയുന്നത്, ഒരു കയ്യിൽ വലത്തെ കയ്യിൽ വെള്ളത്തിന്റെ ശുദ്ധമായിരിക്കുന്ന പാനീയത്തിന്റെ പാത്രമുണ്ട്, മറ്റേ കയ്യിലോ ലഘുഭക്ഷണവുമായിട്ടാണ് അവർ ചുറ്റി നടക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കും. ഒരു കയ്യിൽ വെള്ളത്തിന്റെ പാത്രവും മറ്റേ കയ്യിൽ നല്ല സുന്ദരമായിരിക്കുന്ന ചെറിയ ലഘുഭക്ഷണവുമായിട്ട് അന്വേഷിച്ച് നടക്കും. എന്താ അവർ അന്വേഷിക്കുന്നത്? ഐന അബീ വ ഉമ്മി, എന്റെ ഉമ്മ എവിടെയാണ്, എന്റെ ബാപ്പ എവിടെയാണ്? ഇടയ്ക്ക് പുറത്ത് അവിടെ ബാക്കിലൊക്കെ ഒരുപാട് ആളുകൾ നിലത്തൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കസാലും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല മജ്ലിസുൽ ഇൽമിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇൽമിന്റെ ആ മജ്ലിസിന്. അതുകൊണ്ട് അവിടെ ഇരിക്കേണ്ടവരല്ലെങ്കിൽ എല്ലാവരും ഒന്നങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു എണീക്കുന്നത് കാണുന്നില്ല അല്ലേ? ഇങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വളണ്ടിയേഴ്സ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് കസാലൊക്കെ എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി പറയുകയോ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. മജ്ലിസിലേക്ക് എല്ലാവരും കയറിയിരിക്കണം. ഈ രണ്ട് വിഭാഗം സന്താനങ്ങളെ പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ ആലോചിക്കണം, ഏത് മക്കളാണ് നമുക്ക് വേണ്ടത്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടി ഓൺലൈൻ വഴിയായി നമ്മുടെ പ്രവർത്തകന്മാരുടെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി നാട് നീളെ ഏത് നാട്ടിലും നമ്മുടെ ഈ പ്രഭാഷണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സൗദിയിലുണ്ട്, ദുബൈയിലുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയിലുണ്ട്, ഒരുപാട് നാടുകളിലുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവരിത് കാണാൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മഹല്ല് ജമാഅത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുകയും അവർക്ക് വലിയ സന്തോഷം നൽകുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മഖാം ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടി നമ്മൾ ശ്രവിക്കുന്ന അതേ സമയം, നമ്മൾ പങ്കെടുക്കുന്ന അതേ സമയം നമ്മളോടൊപ്പം ചേരാൻ നമ്മൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ നമ്മളെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും അവരുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെയും സലാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യുമെന്ന് വളരെ എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ രണ്ട് രീതിയിലാകുന്നതിനെ കുറിച്ച് അള്ളാന്റെ കലാമ് പറയുക. അള്ളാഹു നമുക്ക് നമ്മുടെ സ്വാലിഹായ മക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഒക്കെയും ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സജ്ജനങ്ങളായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ചിന്തിക്കണം, അതിനെന്താണ് വഴി? എന്താണ് വഴി? 25-30 വയസ്സാകുമ്പം ഉമ്മമാരും ഉപ്പമാരും എഴുതി കൊടുക്കുകയാണ്, ഉസ്താദേ എന്റെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, എന്റെ മക്കൾക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണം, ഞാൻ വഅദിന്റെ മജ്ലിസിലേക്ക് ഒരു 500 രൂപ സംഭാവന എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ടത് ചിലതൊക്കെയും നാം ചെയ്തു വെക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ പോയിന്റായി ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളാവണമെങ്കിൽ നമ്മുടെ ഭാര്യമാർ സ്വാലിഹത്തായിരിക്കുന്ന ഭാര്യമാരാവുക എന്നുള്ളതാണ്. ഈ മറയുടെ അപ്പുറത്തിരിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ സ്വാലിഹത്തുകളാവുക, നല്ലവരാവുക, നല്ല ഒരു ഭാര്യ. അള്ളാന്റെ കലാമ് പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലുള്ള പഠിപ്പിക്കുകയാ, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. അള്ളാന്റെ കലാമ് പറയുന്നു, വൽബലദു ത്വയ്യിബു, നല്ല ഭൂമി, നല്ല കൃഷിയിടം, ആ നല്ല കൃഷിയിടത്തിൽ നല്ല വിളയുണ്ടാകും. എന്നാൽ മോശപ്പെട്ട തരിശുഭൂമിയിൽ മോശപ്പെട്ട വിളയല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതിവെക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതാ നല്ല കൃഷിഭൂമിയിലാണ് നല്ല വിള ലഭിക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ എഴുതി വെക്കുകയാണ്. അല്ലാഹു തആല ഇത് കൃഷിയെക്കുറിച്ച് പറഞ്ഞതല്ല. പിന്നെ എന്താണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് അവലംബമാക്കിയിട്ട് മുഫസ്സിരീങ്ങൾ എഴുതി വെക്കുകയാണ്, അന്നിസാ അറസല്ലത്തും ഖാല റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അന്നിസാഉ ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൃഷിയിടം നന്നാക്കണം. ആ കൃഷിയിടം നന്നായാൽ, ആ കൃഷിയിടം നല്ലതായാൽ, ഫലപുഷ്ടിയുള്ളതായാൽ, സ്വാലിഹത്തായ പ്രിയപ്പെട്ട പടച്ചുറപ്പിന് പേടിയുള്ള ഭാര്യമാരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെങ്കിൽ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം നിസ്കാരപ്പായിലിരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സ്വാലിഹാക്കണം അല്ലാ, എന്റെ മക്കളെ നന്നാക്കണം അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന പടച്ചുറപ്പിനെ കുറിച്ച് പേടിയുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 1 2 വർഷമായിട്ട് ഗൾഫിലാണെങ്കിൽ പോലും പടച്ചുറപ്പിനെ മറക്കാതെ, തന്റെ ഭർത്താവിനെ വഞ്ചിക്കാതെ, തന്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാതെ, അന്യ പുരുഷന്മാരും അതുപോലെ തന്നെ അന്യ ആണുങ്ങളുമായി കൊണ്ട് ബന്ധം സ്ഥാപിക്കാതെ, എന്റെ ഭർത്താവ് ഏത് നാട്ടിലാണെങ്കിലും എന്റെ ഭർത്താവ് കാണുന്നില്ലെങ്കിലും അല്ലാ നീ എല്ലാം കാണുന്നവനാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ചുറപ്പിന് പേടിയുള്ള പെണ്ണുങ്ങളെ കിട്ടിയാൽ, ഭാര്യമാരെ കിട്ടിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അവൻ വിജയത്തിന്റെ പടവ് ചവിട്ടിക്കയറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, തുങ്കഹുൽ മർഅതു ലി 4 ഖിസ്വാൽ, പൊതുവെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കപ്പെടുന്നത് 4 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അള്ളാന്റെ റസൂൽ പറയാ, തുങ്കഹുൽ മർഅതു ലി 4 ഖിസ്വാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ പറയാ, പൊതുവെ കല്യാണം 4 ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടാറുണ്ട്. ഒന്നാമത്തത്, ചിലർ കല്യാണം കഴിക്കുമ്പം പെണ്ണിന്റെ സമ്പത്ത് നോക്കും, മറ്റു ചിലർ കല്യാണം കഴിക്കുമ്പം പെണ്ണിന്റെ തറവാടിന്റെ മഹിമ നോക്കും, മറ്റു ചിലർ കല്യാണം കഴിക്കുമ്പം പെണ്ണിന്റെ ഭംഗി നോക്കാറുണ്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവസാനം പറയുന്നു, ചിലർ കല്യാണം കഴിക്കാറുള്ളത് പെണ്ണിന്റെ ദീന് നോക്കിയിട്ടാ. അതിന് അള്ളാന്റെ റസൂൽ വളരെ പ്രത്യേകമായി അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അള്ളാനെ പേടിയുള്ള, ദീനിനെ കുറിച്ച് ബോധമുള്ള, അള്ളാന്റെ ഹബീബിനെ കുറിച്ച് ചിന്തയുള്ള ഒരു പെണ്ണിനെ നിന്റെ ഭാര്യയായി ലഭിച്ചാൽ നീ വിജയിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അത് നമ്മുടെ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ്, സ്വാലിഹത്തായ ഒരു ഭാര്യ. അല്ലേ? കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ സംസാരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാലിഹത്തായിരിക്കുന്ന ഭാര്യമാർക്ക് മാത്രമേ അള്ളാഹു സ്വാലിഹത്തുകളായിരിക്കുന്ന കുട്ടികളെ കൊടുക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ നിങ്ങൾക്ക് 2 കുട്ടികളെ പരിചയപ്പെടുത്തി തരാം. 2 കുട്ടികൾ, എല്ലാവരും ശ്രദ്ധിക്കണം. 2 കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ കുട്ടി ഏതാണ്? ഭാര്യമാര് നന്നായതുകൊണ്ട് മാത്രമേ കുട്ടികൾ നന്നാവുകയുള്ളൂ. പാപ്പ മോല്യാരായിട്ട് കാര്യമില്ല, തങ്ങളായിട്ട് കാര്യമില്ല, ഔലിയാപ്പാപ്പായിട്ട് കാര്യമില്ല, നബിയായിട്ട് കാര്യമില്ല, ആരായിട്ടും കാര്യമില്ല. പെണ്ണുങ്ങളെ നമ്മൾ നന്നാവാതെ നമ്മളെ കുട്ടികൾ നന്നാവുകയില്ല, ഒരിക്കലുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ കുട്ടി ഏതാണെന്നറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരുടെ മക്കളൊക്കെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നേതാ? ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരാരാണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അൽ-അംബിയാ, അംബിയാക്കന്മാരാണ്. അംബിയാക്കന്മാരെക്കാളും പടച്ച റബ്ബ് ബഹുമാനിച്ച ഒരു വിഭാഗം ലോകത്ത് പടക്കപ്പെട്ടിട്ടില്ല. അള്ളാഹിന്റെ മലക്കുകൾ പോലുമില്ല, അള്ളാഹുവിന്റെ മലക്കുകൾ പോലുമില്ല. അമ്പിയാക്കന്മാരാണ് ഏറ്റവും അഫ്ളലായിരിക്കുന്ന അള്ളാഹുവിന്റെ പടപ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവർ നബിമാരാ, അള്ളാഹിന്റെ അമ്പിയാക്കന്മാരാ. അതുകൊണ്ടല്ലേ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ആകാശലോകത്ത് നിന്ന് ഫിറഔനിന്റെ റൂഹ് പിടിച്ച, നമ്രൂദിന്റെ റൂഹ് പിടിച്ച ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പോലും പിടിച്ച മഹാനായിരിക്കുന്ന സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. വൈഫാണെന്ന് പറഞ്ഞു തള്ളാൻ പറ്റില്ല മക്കളെ, ബലഹീനമാണെന്ന് പറഞ്ഞു തള്ളാൻ പറ്റാത്തവൻ സ്വീകാര്യോഗ്യമായിരിക്കുന്ന സംഭവമാണ്. ഖദിത്തഖൽ അഇമ്മാ അലാ നാസകൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായിരിക്കുന്ന ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി ആണെന്ന വിഷയത്തില് പണ്ഡിത ലോകത്തിന് തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ട സത്യമാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ധരിക്കുന്ന ഹദീസ മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ആകാശലോകത്ത് നിന്ന് മഹാനായിരിക്കുന്ന സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയെ സമീപിച്ചപ്പോ ഇമാം ബുഖാരി തങ്ങൾ എഴുതി വെക്കുകയാണ് ഒരടി അങ്ങോട്ട് കൊടുത്തു. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്, ലൈഫാണെന്ന് പറയാൻ പറ്റൂല. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ലൈഫായ ഒറ്റ ഹദീസുമില്ല. അത് ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറഞ്ഞതാ. മാ അദ്ഖൽതു ഫീ സിഹാഹി ഇല്ലാ മാ സ്വഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാന്റെ റസൂലിനെ തൊട്ട് ഞാൻ ഉദ്ധരിച്ച ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ് എന്ന് എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടതിന്റെ ശേഷമല്ലാതെ ഞാൻ സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതിയിട്ടില്ല എന്ന് ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വഹീഹുൽ ബുഖാരി ലൈഫുണ്ട് എന്ന് ലോകത്ത് 2 മനുഷ്യന്മാരാ പറഞ്ഞത്. ഒന്ന് ചേകന്നൂർ മൗലവിയും മറ്റൊന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന. വേറെ ആരും പറഞ്ഞിട്ടില്ല സ്വഹീഹുൽ ബുഖാരിയിൽ ലൈഫുണ്ട് എന്ന്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ എഴുതി വെക്കുകയാ. എന്താ എഴുതി വെച്ചെന്നറിയോ? സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഒരടി അങ്ങോട്ട് കൊടുത്തു.
ഉടനെ തന്നെ പടച്ചറബിന്റെ മുമ്പിലേക്ക് മടങ്ങി ചെന്നുകൊണ്ട് പടച്ചറബിനോട് ചോദിക്കുകയാ, അതുർസിലുനീ ഇലാ മൻ ലാ യുരീദുൽ മൗത അബദാ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്റെ അടുത്തേക്കാണ് റബ്ബേ എന്നെ റൂഹ് പിടിക്കാൻ വേണ്ടി നീ പറഞ്ഞയച്ചത് എന്ന് പടച്ച റബ്ബിനോട് സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു മലക്കിനെ പോലും റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന മലക്കിനെ പോലും തിരിച്ച് പറഞ്ഞേക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്ത വിഭാഗമാണ് അൽ അംബിയാ. നബിമാരെന്ന് പറയുന്ന വിഭാഗം പടച്ച റബ്ബ് പറഞ്ഞല്ല, അസ്റായീലേ ഒന്നും കൂടി നീ മടങ്ങി പോകണം. എന്നിട്ട് മൂസാ നബിയോട് പറയണം, മൂസാ നബിയെ നിങ്ങളുടെ കൈപ്പടം ഒരു ഒട്ടകപ്പുറത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒട്ടകപ്പുറത്ത് എത്ര രോമങ്ങളാണോ കുടുങ്ങുക, ഓരോ രോമത്തിന് ഓരോ കൊല്ലം ആയുസ് തരും. പിന്നീട് നിങ്ങളെ റോഗിനെ പിടിക്കും. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഇപ്പോൾ തന്നെ റൂഹ് പിടിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ ഇഷ്ടം തെരഞ്ഞെടുക്കാൻ വേണ്ടി യജമാനനായിരിക്കുന്ന റബ്ബ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അസ്റായീലേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ രണ്ടാമത് മൂസാ നബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്ന് ഇമാം ബുഖാരി തങ്ങളാ മക്കളെ എഴുതി വെച്ചത്. എന്നിട്ട് പറയുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പടച്ച റബ്ബ് പറഞ്ഞത് അതേപോലെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ മൂസാ നബിയോട് പറഞ്ഞപ്പം മൂസാ നബി പറഞ്ഞുവത്രേ, എനിക്ക് ഒരുപാട് കാലം ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കങ്ങനെ ഒരുപാട് ഒട്ടകത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഒരുപാട് കൊല്ലത്തോളം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ താല്പര്യം ബൈത്തുൽ മുഖദ്ദസിലെത്തിയിട്ടുണ്ട് റൂഹ് പിടിച്ച്. അങ്ങനെ റൂഹ് പിടിക്കപ്പെട്ട മഹാനാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഒരു നബിയുടെ കഥയാണ്, ഇത് ഒരു പ്രവാചകന്റെ കഥയാണ്. അമ്പിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ ഭൂമി ലോകത്തില്ല എന്നല്ല, ആകാശ ലോകത്തുമില്ല. അല്ലെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ, മനുഷ്യൻ ഉയർന്നാൽ മലക്കുകളെക്കാളും ഉയരും, മനുഷ്യൻ താഴ്ന്നാൽ നായേക്കാളും അധപ്പതിക്കുകയും ചെയ്യും. അതുറപ്പാ. അതൊരു ആപ്തവാക്യമാണെങ്കിലും അതൊരു സത്യമാണ്. രണ്ടിനും ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഖാജ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം ബുഖാരി തങ്ങളാ ഉദ്ധരിച്ചിട്ടുള്ളത് ബാബു മനാഖിബ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മനാഖിബ് പറയുന്നിടത്ത് ഇമാം ബുഖാരി തങ്ങൾ എഴുതി വച്ചിട്ടുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനേക്ക് വാള് പറഞ്ഞു കൊടുക്കുകയാ. വാളിൽ നരകത്തിനെ കുറിച്ച് പരാമർശമുണ്ട്, സ്വർഗത്തിനെ കുറിച്ച് പരാമർശമുണ്ട്, ഖബറിനെ കുറിച്ച് പരാമർശമുണ്ട്, ഖബറിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ, ഒരു മനുഷ്യനെ അതാ മരണപ്പെട്ട് മറവ് ചെയ്യപ്പെട്ടതിന്റെ ശേഷം മലക്കാനി അസ്വദാനി അസ്റഖാൻ, വളരെ ഗൗരവമുള്ള രണ്ട് മലായികത്ത് വളരെ വിവർണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്. ആ മലക്കുകളെ വിശേഷിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായി പേടിപ്പിക്കുന്ന കോലമാണ്, കണ്ണ് കണ്ടാൽ തന്നെ പേടിക്കുന്ന രംഗമാണ്, കോലം അതിലപ്പുറമാണ്. അവരുടെ കയ്യിൽ ഇന്ന ശക്തമായിരിക്കുന്ന ദണ്ഡുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖബറിലുള്ള സുആലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, സഹാബാ മൻ റബ്ബുക,
വമൻ നബിയുക വമാ ദീനുക എന്നിത്യാദി തുടങ്ങുന്ന ചോദ്യങ്ങൾ ഓരോ മനുഷ്യനോടും മുൻഗണനക്കേറി വന്നിട്ട് ചോദിക്കുന്നതാണ്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഇന്നാലിന്റെ മറുപടിയാ അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ റസൂലി എന്നിങ്ങനെ തുടങ്ങുന്ന മറുപടിയാണ് ആ ചോദ്യങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഖോത്താ തങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞുവത്രേ, യാ റസൂലല്ലാഹ്, ഞാനെങ്ങാനും മരണപ്പെട്ടു പോയി ഖബറിൽ കിടന്നാൽ എന്നോട് വന്നിട്ട് മുൻഗണനക്കേറി വന്നിട്ട് ഇത്യാദി ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അസ്അലുഹുമാ മൻ അർസലകുമാ, ഞാൻ അവരോട് കുറിച്ച് ചോദിക്കുന്നതാണ്, എന്നെ ചോദ്യം ചെയ്യാൻ ആരാടാ നിങ്ങളെ പറഞ്ഞയച്ചത്? എന്റെ മറുപടി ഞാൻ മദീനത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്റെ ചാരത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ നട്ടിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഖോജ തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങളല്ലേ ഉദ്ധരിച്ചത്, മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ ഉദ്ധരിച്ചു വച്ചിരിക്കുന്നത്. മക്കളെ, എന്തോ അത് പടച്ചറബ് കൊടുത്ത പവറാ, അല്ലാഹു കൊടുത്ത പവറാ, മലക്കുകളെ പോലും നെട്ടിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കും ആവാൻ കഴിയും മുഅ്മിനീങ്ങളെ, നമുക്കും ആവാൻ കഴിയും. അല്ലാഹു ആക്കി തരട്ടെ. ഇല്ലേ, എത്രയോ ആളുകളുണ്ട്. മഹാനായിരിക്കുന്ന ശംസുൽ ഉലമാ എ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ വഫാത്തായി ഒരു കൊല്ലം കഴിഞ്ഞ് ആണ്ടിന്റെ ദിവസം കേരളം കണ്ട ഈ അടുത്ത് മരണപ്പെട്ടു പോയ ആരിഫ്യങ്ങളിൽപ്പെട്ട മഹാനായ തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ പറഞ്ഞു, ഈ.കെ. മൂല്യാർ ഇന്ന് വരെ മുൻഗണനക്കേറിന് കൊടുത്തും കൊടുത്തിട്ടില്ല. ഇത് ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞതാരാ? ആരിഫുകളിൽപ്പെട്ട മഹാനായിരിക്കുന്ന ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ എന്റെ നാട്ടുകാരനായ അള്ളാന്റെ ഔലിയാക്കന്മാരിൽ പ്രധാനിയാണ് കീശേരി മുഹമ്മദ് മുസ്ലിയാർ തൃപ്പനച്ച് ഉസ്താദ്. അള്ളാഹു അവരെ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ പറഞ്ഞ വാക്കാ, ഒരു കൊല്ലം കഴിഞ്ഞ് ആണ്ടിന്റെ എന്ന് പറഞ്ഞതാ. മുൻഗണനയ്ക്ക് അപ്പളാ വരുന്നു റസൂലുള്ള പറഞ്ഞത്. ഖബറിൽ മറവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഉടനെ വരും, പിന്നീട് 40 ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നൊക്കെ ഹദീസിലുണ്ട്. എന്നാൽ മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. ഇത് ആരാ പറഞ്ഞത്? ഇന്ന് സമസ്തയുടെ ട്രഷററായിരിക്കുന്ന അഭിവന്യരായിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ. അല്ലാഹു തആല അവർ ദറജ കയറ്റി കൊടുക്കുമാറാവട്ടെ. വളരെ നാം മനസ്സിലാക്കണം അള്ളാന്റെ ഔലിയാക്കന്മാരെങ്ങനെയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉലൂമു തറാ മാ ലഹാ യറാഹുന്ന ലിറുനാ. അള്ളാന്റെ ആരിഫീങ്ങൾക്ക് വലിയ കണ്ണുണ്ട്, അള്ളാന്റെ ആരിഫീങ്ങൾക്ക് വലിയ നാവുണ്ട്, അള്ളാന്റെ ആരിഫീങ്ങൾക്ക് വലിയ അകക്കണ്ണുണ്ട്. നമ്മുടെ ഈ നയനങ്ങളെ കൊണ്ട് നോക്കിക്കാണാൻ പറ്റാത്തത് പലതും അവർ കാണുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ള, അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തിയിട്ടുള്ള. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു മഹാനായിരിക്കുന്ന വലിയന്റെ ചാരത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു അവർ ദറജയേറ്റിക്കൊടുക്കും ആറാവട്ടെ. ആ ഔലിയാക്കന്മാരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സുബ്ഹാനല്ലാഹ്. സാന്ദർഭികമായി എന്റെ മെരുവമ്പായിലുള്ള നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഓൺലൈൻ വഴിയായി പരിപാടി വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട
സഹോദരന്മാരോട് ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാ മക്കളെ. പത്തോളം ജീവികൾ, മനുഷ്യന്മാരില്ലാത്ത ജീവികൾ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അതിലൊന്നാമത്തെ ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഒന്ന് അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാ. നായ അയിനുന്നരസാ മക്കളെ. തൊട്ടാലേ വട്ടം കഴുകേണ്ട ജീവിയാണ്. പടച്ചിറപ്പ് നികൃഷ്ടമായി പടച്ചിട്ടുള്ള ജീവിയാണ്. നായാപന്നി എന്നുള്ളത് ബർക്കത്തില്ലാത്ത ജീവിയാണ്. ആ നായയുടെ കൂട്ടത്തിൽപ്പെട്ട നായ സ്വർഗത്തിൽ